നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പരമേശ്വര, നിന്റെ മകന് എന്റെ വീട്ടിൽ പെണ്ണില്ല. സർ, നിങ്ങൾക്ക് പോവാം. ഞാൻ പറയുന്നത് വിശ്വസിക്കണം മാഡം. ഈ വിവാഹം ഉപേക്ഷിക്കരുത്. കത്തിച്ചു വെച്ച ഈ കർപ്പൂര ദീപത്തെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഋതിക മേഡവും ഞാനും തമ്മിലുള്ള ബന്ധം പവിത്രവും നിഷ്കളങ്കവുമാണ്. അതിൽ ദുർവിചാരങ്ങളോ ദുരാഗ്രഹങ്ങളോ ഒന്നുമില്ല. ഒരു കള്ളനും താൻ കള്ളം ചെയ്തൊന്നും പറയില്ല. കള്ളസത്യം ചെയ്യുന്ന നീ അങ്ങനെയുള്ളൊരു കള്ളനാണ്. നിന്നെ ഞാൻ വിശ്വസിക്കണോ അല്ലേ? എന്നിട്ട് നീ കൂടെ കൊണ്ട് നടന്നവളെ ഞാൻ കെട്ടി പൊറിപ്പിക്കണോ അല്ലേ? സർ, നടക്കില്ല. ഈ കല്യാണം നടക്കില്ല. മതി. നിങ്ങൾക്ക് ഇവൻ ഡ്രൈവർ ആയിരിക്കാം, PA ആയിരിക്കാം, പക്ഷേ എനിക്കതല്ല. ഇവൻ എനിക്കെല്ലാമാണ്. ഓ, എന്റെ മകളോട് ഇവന്റെ വികാരം എന്താണെന്നും വിചാരം എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഈ പറയുന്ന മട്ടിൽ അവളോട് പെരുമാറാൻ ഇവന് കഴിയില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. പരമേശ്വര, നിന്റെ മകന് എന്റെ വീട്ടിൽ പെണ്ണില്ല. സർ, നിങ്ങൾക്ക് പോവാം. സാറേ, അങ്ങനെ പറയരുത്. അവർക്ക് തെറ്റുപറ്റിയതാ, അവരത് തിരുത്തും. അതിനുള്ള സമയം കൊടുക്കുക സാറേ. ഇതെന്റെ മകളുടെ നേരെ വന്ന ആരോപണ. ഒരു ജീവിതകാലം മുഴുവനും ഒരുമിച്ച് കഴിയേണ്ട ഉടമ്പടിയാ വിവാഹം. സംശയം എപ്പോഴും അവിടെ വില്ലനായിരിക്കും. വിവാഹത്തിന് മുന്നേ തന്നെ ഇങ്ങനെ സംശയം ഉദിച്ച വിവാഹാനന്തരം അത് എങ്ങനെ വളരുമെന്ന് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഇങ്ങനെ ഒരു വിവാഹത്തിന് നമ്മൾ തീരുമാനിച്ചിട്ടില്ലെന്ന് കരുതിക്കൊള്ളൂ. പകൽ പോലെ തെളിഞ്ഞ തെളിവുണ്ടായിട്ടും അങ്കിൾ ഇവനെ വിശ്വസിക്കുകയാണ്. അവനെ വിശ്വസിക്കാം. അവനില് കളങ്കമല്ല. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരാൾ നല്ലവനാവുന്നില്ല. ഉള്ളിലെ അടിസ്ഥാനപരമായ നന്മയാണ് മനുഷ്യനെ നല്ലവനാക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി അധികം വിശദീകരണങ്ങളൊന്നും വേണ്ട. എല്ലാം അവസാനിച്ചു. പെണ്ണിന്റെ കയ്യിൽ ഞാനൊരു വളയിട്ടിട്ടുണ്ട്. മാഡം,
സത്യം പറയണം. നിനക്ക് നിന്റെ ഋതിക മേഡത്തിൽ പ്രണയമുണ്ടോ? സർ, ഋതിക മാഡം എനിക്ക് വെച്ചാരാധിക്കാനുള്ള ദേവതയാ. ദേവതയെ നമ്മള് സ്നേഹിക്കും, പക്ഷെ പ്രേമിക്കില്ല. മാഡത്തിന്റെ വിനീത വിധേയനായ സേവകനാണ് സർ ഞാൻ. മാഡം ഏത് അർദ്ധരാത്രിയിൽ വിളിച്ചാലും ഞാൻ എത്തും. ഏത് കാര്യം ഏൽപ്പിച്ചാലും ഞാൻ ചെയ്യും. അത് പ്രണയമല്ല സർ, ഉത്തരവാദിത്വം. മാഡം, ഇങ്ങനെയൊക്കെ പറയാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? മാഡം കരഞ്ഞപ്പോ ആശ്വസിപ്പിച്ചത്, മാഡം കുസൃതി കാണിച്ചപ്പോ അത് ആസ്വദിച്ചത്, മാഡം പരുഷമായി സംസാരിച്ചപ്പോ വേദനിച്ചെങ്കിലും പുറമെ ചിരിച്ചത്, എല്ലാം എല്ലാം സ്നേഹം കൊണ്ടായിരുന്നു. മോശമായ ഒരു വാക്കോ നോക്കോ ഒരിക്കലും എന്നിൽ നിന്നുണ്ടായിട്ടില്ലല്ലോ മാഡം. മാഡം, മാഡം യോഗ്യനായ ഒരാളെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ കഴിയുന്നത് കാണാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അതല്ലാതെ മാഡത്തിന് നേരെ ഒരിക്കലും ഒരാഗ്രഹവും എനിക്കുണ്ടാവില്ല. എല്ലാം മനസ്സിലാക്കുന്ന വർമ്മ സാറ് പോലും ഇങ്ങനെ ചോദിക്കുമ്പോ ഭൂമി പിളർന്ന് താഴ്ന്നു പോയെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നത്. രാജു, രാജു, നീ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് എനിക്ക് അറിയാം. എന്റെ വിചാരങ്ങൾ എന്താണെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മുടെ ബന്ധത്തിന്റെ പവിത്രതയെക്കുറിച്ച് നമുക്ക് രണ്ടുപേർക്കും ബോധ്യമുണ്ട്. രാജുവിന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. നമുക്കിടയിൽ തെറ്റുകളില്ല രാജു, ശരികളേ ഉള്ളൂ. രാജു ഈ കുടുംബത്തിന്റെ പുണ്യമാണ്. അത് അച്ഛനറിയാം, എനിക്കും അറിയാം. അതുപോലെ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.